വീട് പൂട്ടിയിരിക്കുന്നേ. അത് വീട് നല്ലതിന് ഇയാളത് ഇവിടെ പോയിരിക്കുക. എവിടെയെങ്കിലും അടുത്ത് തിരിഞ്ഞു കിടപ്പുണ്ടാവും. മണി 5 പോണു. ലേറ്റായി ഹോസ്റ്റലിലെത്തി ആ വാട പിടിച്ച് വരട്ടും. അന്നാ ഇല് വേഗം പോകാൻ നോക്ക്. ശരി. ആ ലക്ഷ്മി, ആപ്പിൾ എടുക്കാൻ മറക്കണ്ട. അയ്യോ ബാലകൃഷ്ണ, ഗോവിന്ദ, എന്താണ് കിടന്ന് കീറണത്? എന്റെ തലമുടി കാണാനില്ല. തലമുടിയല്ല നിന്റെ തലയെ കാണുന്നത്. അതല്ല വിഗ്. വിഗ് എവിടെയെങ്കിലും കാണാൻ നീ എവിടെ വെച്ചതെന്ന് ഓർത്തു. ഇല്ലടാ, ഇതിലാണ് സാറിന് വയ്ക്കാറുള്ളത്. സത്യം പറ, വിഗ് എവിടെ? എന്തിനാടാ ഇതിനെ തല്ലണത്? പാവം. എനിക്കൊരു ഡൗട്ട്. എന്താ പറയടാ. ഉജ്ജലം പണി പറ്റിച്ചൊന്ന ഒരു സംശയം. സമയം എന്തായി? 5 കഴിഞ്ഞു. ആഹാ, ഇത് ഫോറിനാണല്ലേ? അതെ. എവിടുന്ന് വാങ്ങിയതാ? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഓഹോ, ആഫ്രിക്കൻ സാധനമാണല്ലേ? അച്ഛൻ വന്നപ്പോ കൊണ്ടുവന്നതാ. മോതിരവും കൊള്ളാം, വളയും കൊള്ളാം. നാളെ നീ നോട്ട് കൊണ്ടുവരണേ. ഇനി തരൂന്നേ. ഓ, കെമിസ്ട്രി ആണല്ലേ? ഇപ്പൊ സമയം എന്തായി? സോറി കേട്ടോ. ഞാൻ പെണ്ണാണ്. ഇറങ്ങ്. ഇനി എന്നെ തല്ലരുത് സുഹൃത്തുക്കളെ. അടി ശരിക്കും കിട്ടി, പക്ഷെ എഴുതാൻ പറ്റിയില്ല. തന്നോട് ആര് പറഞ്ഞിട്ടാ ഈ ഡ്രസ്സൊക്കെ വെള്ളടിച്ച് ഫിറ്റായപ്പോ ഒരു അഡ്വഞ്ചർ നടത്താൻ തോന്നിയല്ലേ? വാസ്തവം. ലേഡീസ് ഉള്ളി ബസ്സിൽ കയറി ഒന്ന് പുകുന്ത് വിളയാടാവെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ പെണ്ണാണെന്നെല്ലാവരും. ആദ്യം താരം നാണാവാൻ നോക്കണോ? ഞങ്ങൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ തന്റെ സ്ഥിതി എന്താകുമായിരുന്നു? നിങ്ങൾ വന്നല്ലോ, അതാണ് സ്നേഹം. ഇനി എന്നെ തൊട്ടുപോരുത്. തൊട്ടാൽ ഞാൻ ചത്തു. ആ, ഇനി ഇയാളെ എണ്ണത്തോണിയിലിട്ട് ഒന്ന് ചാവിട്ടി തിരുമണം. ആട്ടെ, എവിടെയൊക്കെ കിട്ടി? എന്ത് പറയാ? ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ല. ചെയ്യുമ്പോ ആലോചിക്കണം. എന്റെ ജന്മം മായോ. എന്നിട്ട് താൻ ഇവിടെ ഇരിക്കണോ? ഞാൻ എവിടെയെല്ലാം തപ്പി. പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. പോണ്ടേ? അതെ ലക്ഷ്മി, ഇത് വന്ദന, എന്റെ ക്ലാസ്മേറ്റാ. മാളവിക എന്നോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയെ കുറിച്ച്. ലക്ഷ്മി വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന്? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ, പിന്നെ കാണാം. വാ. ബൈ. ലക്ഷ്മി നല്ല കുട്ടിയല്ലേ? ഷോ, ഞാൻ എന്റെ ബാഗ് എടുക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, വേഗം വാന്നേ. ഏയ് ലക്ഷ്മി, വാട്ട് ഇസ് ദിസ്? യു സ്മോക്കിംഗ്? അത് പിന്നെ എന്ത് പറ്റി തനിക്ക്? എന്താ ചെയ്യാ? ഒരിക്കലും ആരോടും പറയരുതെന്ന് വിചാരിച്ചതാണ്. മാളവിക ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോന്ന്? ഉണ്ടായിരുന്നു. എന്റെ ജാക്കിനെ, എന്റെ എല്ലാമില്ലമായിരുന്നു ജാക്കിനെ. ഒരിക്കൽ കുട്ടനാട്ടിലൂടെ ഞങ്ങൾ വള്ളത്തിൽ പോകുമ്പോ ജാക്ക് ഒരു സിഗരറ്റ് കത്തിച്ചു. ചെയിൻ സ്മോക്കറായിരുന്ന ജാക്കിന്റെ കയ്യിൽ നിന്നും സിഗരറ്റ് തട്ടിപ്പറിക്കാൻ ഞാൻ ശ്രമിച്ചു. ജാക്ക് വിട്ടില്ല. ഞങ്ങൾ പിടിയും വലിയുമായി. വള്ളത്തിന്റെ ബാലൻസ് തെറ്റി പെട്ടെന്നൊരു മഞ്ഞുമലയിൽ, അല്ല, ഒരു മരക്കുറ്റിയിൽ വള്ളം ചെന്നിടിച്ച് ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞു. പിന്നീട് ഞാൻ കാണുന്നത് തണുത്തു വിറച്ച് മരവിച്ച് വെള്ളത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ ജാക്കിനെയാണ്.
അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഫ്രൈഡേ 13th. അതിനുശേഷം എല്ലാ വർഷവും അതേ ദിവസം ഞാനൊരു സിഗരറ്റ് വലിക്കും. സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്റെ ബാഗ് എടുക്കാൻ മറന്നു, അതാ വന്നത്. വരട്ടെ. ഈ വാ. ഹാപ്പി ബർത്ത്ഡേ മമ്മി. താങ്ക് യു. ആ ലക്ഷ്മി, ഇതാണ് എന്റെ മമ്മി, മിസ്സസ് സരോജ മേനൻ. ഹാപ്പി ബർത്ത്ഡേ ആന്റി. താങ്ക്സ്. ആ മമ്മി, ഇത് ശ്രീലക്ഷ്മി. ഇവക്ക് കുട്ടിയെ കുറിച്ച് പറയുമ്പോ 1000 നാവാ. എന്നാലൊന്ന് പരിചയപ്പെടാലോ എന്ന് കരുതിയാ ഇവളോട് മോളെ ഒപ്പം കൂട്ടാൻ പറഞ്ഞത്. മമ്മിക്ക് സന്തോഷായി. വാ മക്കളെ. വാ. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയാ. പിന്നെ പപ്പയും അമ്മയുണ്ട്. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പയ്ക്ക് ബിസിനസ്സാ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഊണ് തയ്യാറാക്കട്ടെ. എനിക്ക് പ്രണയമാണെന്ന് പറയുന്നത് ഒരു മിനിറ്റ്. എന്റെ ദൈവമേ, ആരാ കുട്ടി? നിന്ന് പരിഗണ കണ്ടപ്പോഴേ എനിക്ക് രോഗം പിടികിട്ടി. എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാ, ശ്രീലക്ഷ്മി. ഇന്നാൾ 5 വന്നപ്പോ ആരും കാണാതെ ലവ് ലെറ്റർ കൊടുത്തില്ലേ, അതുപോലെ എന്നെ നാട്ടിക്കരുത്. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ ഞാൻ ഡീസന്റ്. ഏതായാലും നീ ഒന്ന് പരിചയപ്പെടുത്തിത്താ. വാ. ആ ലക്ഷ്മി, ഇതെന്റെ ബ്രദറാ, പ്രകാശ് മേനൻ. ഹലോ. ഹലോ. ശ്രീലക്ഷ്മി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം, കുട്ടിയുടെ അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പോ ചേട്ടാ, ചുമ്മാ പാവത്തിന് കളിയാക്കാൻ. ഞാനിപ്പോ പറഞ്ഞു കൊടുത്തതാ. അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കറിയാവുന്നത്. ചേട്ടൻ വന്നിട്ട് ഒന്ന് ചൂണ് കഴിക്കാന്ന് വിചാരിച്ചു. ഒന്ന് മാറ്. എവിടാ വീട്? പാലക്കാട്. നല്ല സ്ഥലം. ഈ പാലക്കാട്ട് മണി അയ്യർ അറിയൂ? അതാരാ? മൃദംഗ വിദ്വാൻ. ആ, കേട്ടിട്ടുണ്ട്. അല്ല, എങ്ങനെ പരിചയം? ഞാനും കേട്ടിട്ടേ ഉള്ളൂ. ഈ പാലക്കാട്ട് ഇപ്പൊ മഴയൊക്കെ ഉണ്ടോ? ഡാഡാ, നീയായിട്ട് മഴ പെയ്ച്ച് കുളവാക്കാതിരുന്നാ മതി. വാ മോളെ, ഊണ് കഴിക്കാം. വാ. വാടാ. വാ, ഇരിക്കേ. ഇരിക്കെ. ചേട്ടനും ഇരിക്കെ. മാളും ഇരിക്കുന്നില്ലേ? ഞാനിരിക്കാം. ഇതൊക്കെ നീ വിളമ്പിക്കോട്ടെ. മോളൊന്ന് വന്നേ. ഇപ്പൊ വരാവേ. ഈ ലക്ഷ്മി ആളങ്ങനെ നല്ല സ്വഭാവമാണ്. അതെ. എന്താ? അത് പ്രകാശിന് കുട്ടി അങ്ങ് ഇഷ്ടമായെന്ന് തോന്നുന്നു. ചോദ്യം മനസ്സിലായില്ല. ഒന്നുകൂടി പറ. ഒരാൾ ലോറിക്ക് കൈ കാണിച്ചിട്ട് ഡ്രൈവറോട് ചോദിച്ചു ഞാനും വരട്ടെ എന്ന്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ഡ്രൈവറോട് ചോദിച്ചു എന്താടാ വണ്ടിക്കകത്തുനിന്ന്. ഡ്രൈവർ 2 പേർക്കും ചേർത്ത് ഒരു ഉത്തരം പറഞ്ഞു. എന്താണ് ഉത്തരം? അറിയില്ല. എന്നാ ഞാൻ പറയട്ടെ. സുല്ലാണോ? സുല്ല്. പറയൂ. കയറ്. ഞാനും വരട്ടെ, കയറ്. എന്താടാ വണ്ടിക്കകത്ത്? കയറ്. എന്ത് തമാശയാ പറഞ്ഞേ? ഞാൻ ഒരു തമാശ ചോദിച്ചതാ. തമാശയൊക്കെ പിന്നെ. ആദ്യം ഊണ് കഴിക്കേ. മോള് കഴിക്കേ. മോക്ക് എത്ര വയസ്സായി? 20. എന്താ നക്ഷത്രം? അനിഴം. എന്താ ആന്റി? ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ.